ലാഹോർ പോലുള്ള പാകിസ്ഥാനിലെ മറ്റ് പ്രധാന നഗരങ്ങളിലും ഈ വിഷയം വലിയ ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ലാഹോർ പ്രസ് ക്ലബിന് മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹവും തീപ്പന്തം കത്തിക്കുകയൊക്കെ ചെയ്തു. വിദ്യാർത്ഥികളുടെ പരാതികൾ ഇപ്പോൾ ക്ലാസ് മുറികൾക്ക് പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ വിഷയങ്ങളും എല്ലാം ചേർത്തിട്ട് വലിയ കലാപത്തിലേക്കാണ് പാക് അധീന കാശ്മീരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ വിദ്യാർത്ഥി യുവജന സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബറിൽ നടന്ന വളരെ അക്രമാസക്തമായ പ്രതീക്ഷ മുന്നിൽ നിന്നുണ്ടായിരുന്ന ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിൽ JAAC ആണ് പിന്തുണയാണ് പ്രക്ഷോഭത്തിന് ശക്തി പകരുന്നത്. അപ്പോൾ ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിലിൻ്റെ പിന്തുണയോടുകൂടി നികുതി ഇളവും മാവിനും വൈദ്യുതിക്കും സബ്സിഡി വികസന പദ്ധതികൾ പൂർത്തിയാക്കൽ തുടങ്ങി 30 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചത്. ഇത് സംഘർഷത്തിൽ 12 സാധാരണക്കാർ ഇതിനിടയെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ വളരെ ഗുരുതരമായ സാമൂഹ്യ വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. സൈനിക മേധാവി അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ അതിക്രമങ്ങൾ അവർ എങ്ങനെയെങ്കിലും ഇതിനെ അടിച്ചമർത്താനും ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കാനും മറ്റൊരു തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പ്രതിഷേധം അത് വലിയ പ്രതിഷേധത്തിനാണ് ഇടവരുന്നത്. ചർച്ചയ്ക്ക് തയ്യാറല്ല ഗവൺമെൻറ് എന്നുള്ളതാണ് സൂചന.